എന്റെ കൂട്ടരേ, രാത്രി എന്ന് പറഞ്ഞാലേ എന്തൊരു രാത്രിയായിരുന്നു ഇന്നലെ. കാളരാത്രി എന്ന് പറഞ്ഞ ശരിക്കും കാളരാത്രി തന്നെയായിരുന്നു. നിങ്ങൾ എന്തിനാ ആ ശ്മശാനത്തിൽ കൂടെ പോയത്? ശ്മശാനായതുകൊണ്ടൊന്നും അല്ല. അമ്പാലിക പ്രസവിച്ച ആ പിശാചിനെ കുഴിച്ചിട്ടെടുത്തെത്തിയപ്പം കൃത്യം പ്രസവം നടന്നു. അതോടെ തങ്കമണിന്റെ ജീവനും പോയി. ആ പിശാചിനെ കുഴിച്ചിട്ട സ്ഥലാന്ന് നിങ്ങളെങ്ങനെ അറിഞ്ഞേ? മണിയനല്ലേ അതിനെ കൊണ്ടുപോയി കുഴിച്ചിട്ടത്. എന്റെ കൂട്ടരേ, പിശാചെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതിനെ ശരിക്കൊന്ന് കാണണം. ഡ്രംസ്ട്രോക്ക് എങ്ങനെ ഇറങ്ങി പല്ലിളിച്ച് അതിന്റെ മുഖം ഒന്ന് കാണണം. ശരിക്കും അന്നത് എന്നെ അമ്പാലികനെയും തിന്നുമായിരുന്നു. ഭാഗ്യത്തിന് അതിന്റെ മുഖത്ത് ഈറമുണ്ടിട്ട് പിടിക്കാൻ തോന്നിയത്. അമ്പാലിയുടെ കുട്ടി പിശാചനെ ആയിരുന്നോ? അമ്പാലികയുടെ പിശാചിനെ കണ്ട ഭയം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് ആ കുട്ടിയുടെ മുഖത്ത് ഞാൻ ശരിക്കും നോക്കിയില്ല. കുട്ടിയെ തുടപ്പിച്ച് ആയമ്മയുടെ കയ്യിലാ കൊടുത്തു. ആ കുട്ടി ചിരിക്കണത് നിങ്ങൾ കണ്ടുവോ? എന്റെ കൂട്ടരേ, ഞാനതിനെ നോക്കിയില്ല കേട്ടോ. പക്ഷേ വേലും മണിയനും അത് ശരിക്കും കണ്ടുന്ന്. ഞാനേറ്റത് കണ്ടിരുന്നു വെച്ചാ തങ്കമണിയുടെ പിന്നാലെ ഞാനും പോയേ. ചിരിച്ചിട്ടുണ്ടെങ്കിൽ അത് പിശാച് തന്നെ ആയിരിക്കും. പതുക്കെ പതുക്കെ മോളെ, പതുക്കെ. അയ്യോ മോളെ, മോളെ. അമ്പാലികേ, 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 എങ്ങനെ കഴിഞ്ഞിരുന്നു മോളെ, മോളെ, എങ്ങനെയാ സഹിക്കാ? അമ്പാലികേ, മോളെ. മുട്ടുന്യായങ്ങളൊന്നും പറയണ്ട ശ്രീ. ഞാൻ ഈ കേട്ടതെല്ലാം നേരായിരുന്നോ? ഞാൻ അതിനെ കണ്ടില്ല. അവളും അതിന്റെ മുഖം കണ്ടില്ല. പപ്പേട്ടൻ അതിനെ കണ്ടുവോ? പപ്പേട്ടനും അച്ചുവേട്ടനും അമ്മാമയും കൂടിയ ചാക്കിലാക്കിയതത്രേ. അവരായിരുന്നോ അതിനെ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയത്? മണിയനും ചാത്തവും കൂടെ എത്ര കൊണ്ടുപോയത്? എനിക്ക് മാത്രല്ലേ ഇതെല്ലാം അറിയാത്തതുള്ളൂ. എന്നിട്ട് നിങ്ങൾ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ എന്തിനാ ശ്രീദേവി എന്റെ മോളെ ആ പിശാചിന്റെ അടുത്തേക്ക് അയച്ചത്? അവളെ നേരത്തെ തന്നെ ആശുപത്രി ചേർത്തിയാൽ മതിയായിരുന്നില്ലേ? വിധിയാ മോളെ, എല്ലാം വിധിയ. അല്ല, അശ്രദ്ധാന്നാ പറയേണ്ടത്. ഇത്രയും ഭയങ്കരമായ ഒരു അനുഭവം ഉണ്ടായിട്ടും ആരും ശ്രദ്ധിച്ചില്ലല്ലോ. അതുകൊണ്ടല്ലേ ഇത്രയും വലിയ നഷ്ടം വന്നത്. വിധി തന്നെ പറയാം മോളെ. പ്രസവിച്ച് വീണ മുതല് എടുത്തു വളർത്തിയ അമ്മായിക്കോ അമ്മാവനോ മുത്തശ്ശിക്കോ തങ്കമണി മരിക്കണമെന്നുണ്ടാവൂ? അപ്പൊ അങ്ങനെ ഒരു അശ്രദ്ധ വരുത്തിയതും ആ വിധി തന്നെ. എന്തൊക്കെ ന്യായങ്ങൾ പറഞ്ഞാലും ഈ പിഞ്ചു കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ പറ്റുമോ പാറൂട്ടിയടുത്തിയെ? സ്വർണ്ണസൂചി കൊണ്ടായാലും കണ്ണി കുത്തിയ കണ്ണു പൊട്ടില്ലേ ഗൗരിയെ? ഈ തള്ളെ തിന്ന് പിശാചിനെ എടുക്കണ്ടെന്ന് ഞാൻ അപ്പൂട്ടനോട് പറഞ്ഞതാ. ഇനിയിപ്പൊ അതിനെ ഉപേക്ഷിക്കാനൊന്നും പറ്റില്ലൂ. അന്ന് ആ ശ്മശാനത്തിലാണെങ്കിൽ പറ്റുമായിരുന്നു. ഇനിയിപ്പൊ ഈ നാട്ടുകാർ സമ്മതിക്കൂ? വാടാ. എന്താണ് കഥ? അത് നോക്കിയപ്പോ തീയല്ലേ പറഞ്ഞത്. അത് തട്ടിയപ്പോ പോക്കടിക്കുന്ന കണ്ടില്ലേ? ഞങ്ങളുടെ ദുർബുദ്ധിക്ക് ഞങ്ങളുടെ കുട്ടി നഷ്ടപ്പെട്ടു എന്നുള്ളത് ശരിയാ. അതിന് ഇമ്മാതിരി അസംബന്ധം പറഞ്ഞുണ്ടാക്ക്. ആ ക്ലോക്കിന്റെ സ്പ്രിങ് പോയതാ. സമയം മോശമാവുമ്പോൾ വാച്ചുകൾ കേടുവരുമെന്ന് പറയാറുണ്ട്. അപ്പൂട്ടാ, അപ്പൂട്ടാ, നീ ആ നന്നാക്കാൻ നോക്കണ്ട. മണിയം വരട്ടെ, ടൗണിലേക്ക് കൊടുത്തുവിടാ. രാവേത് പകലേതെന്ന് അറിയണില്ല അമ്മേ. ഈ ക്ലോക്ക് ഉണ്ടെങ്കിൽ പുലരാൻ എത്ര സമയമായിന്നും അസ്തമിക്കാറായൊന്നും നോക്കിയിരിക്കാലോ. ഈ കൊച്ചുകുട്ടി ദിനേശ് പിടിച്ച സ്റ്റൂൾ നിക്കില്ല. അടുപ്പിൽ പാല് വെച്ചിട്ടുണ്ട്, അത് വാങ്ങി വെച്ചിട്ട് അമ്മ ഒന്ന് പിടിച്ചുതരാം. ഞാൻ പറയണ കേക്ക് മോനെ, നീ അത് നന്നാക്കണ്ട. എനിക്ക് പേടിയാവണു. വെറുതെ ആപത്ത് വാങ്ങണ്ട. ഇതിലും വലിയ എന്ത് ആപത്ത് വരാനമ്മേ? സൂക്ഷിക്കണേ മോനെ. മോനെ ദിനേശേ, നല്ലോണം പിടിച്ചു കൊടുക്കണേ. അച്ഛമ്മ ഇപ്പൊ വരാം. ഞാൻ ശരിക്കും പിടിച്ചോളാം അച്ഛമ്മേ.
മോളെ അച്ഛൻ എന്താ ചെയ്യുന്നതെന്ന് നോക്ക്, ദേ നോക്ക്. എന്താ അച്ചു, എന്തുണ്ടായത്? നമ്മുടെ അപ്പൂട്ടൻ മരിച്ചു അമ്മാമേ. ഞാൻ എന്തായി കേൾക്കണം? ആരാ അച്ചു പറഞ്ഞത്? മണിയനെ ഓഫീസിൽ വന്നത് ചുളിമേ കയറിയെന്നോ ആ പെൺകുട്ടി നോക്കിയപ്പോ വീണെന്നൊക്കെ പറയണത്. എന്തായാലും നിലവിളക്ക് നെഞ്ചത്ത് തറച്ചിട്ടാ മരിച്ചിരിക്കണേ. അപ്പനെവിടെ? പോലീസിലൊക്കെ പറഞ്ഞ് വേണ്ടത് ചെയ്യാൻ ആരെയൊക്കെയോ കണ്ടിട്ട് അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. ഞാൻ വേഗം പോട്ടെ, അമ്മാവൻ അവരെയും കൂട്ടി വന്നാ മതി. ശാരദേ, കാളിക്കുട്ടി പറഞ്ഞ മാതിരി ആ ശ്മശാനത്തിൽ അതിനെ ഇട്ടിട്ട് പോന്നിരുന്നെങ്കിൽ ഇന്ന് എന്റെ കുട്ടിയെ എനിക്ക് നഷ്ടപ്പെടില്ലായിരുന്നല്ലോ. എനിക്കിത് സഹിക്കാൻ വയ്യേ. ആ കുട്ടിയുടെ കുഴപ്പമൊന്നുമില്ല, വിധിന്ന് കൂട്ടിയാ മതി. നിങ്ങളൊക്കെ അതിനെന്ത് പേര് പറഞ്ഞാലും ഞാനെല്ലാം മരണം വരെ ഇത് സഹിക്കട്ടെ. തിരിഞ്ഞു നിന്നൊരഹിതം പോലും പറയാത്ത എന്റെ പൊന്നു പോലെ അങ്ങോട്ട് എടുത്തോണ്ട് പോണ കണ്ടിട്ടും ഞാനെന്നും ജീവിച്ചിരിക്കുന്നല്ലോ. എന്തിനാ കുട്ടി പിശാചിനെ ഇനിയും ജീവനോടെ വെച്ചിരിക്കണേ? ഇനിയും ആരുടെയെങ്കിലും ജീവൻ എടുക്കണതിന് മുമ്പ് കാളിക്കുട്ടി ചെയ്ത പോലെ മുണ്ടിട്ട് പിടിച്ച് അതിനെ വട്ടം കൊണ്ട് കമഴ്ത്തിന്ന്. പാറുട്ടിയെടുത്തേ, ഞങ്ങളും ഈ ദുഃഖം സഹിക്കുക തന്നെയല്ലേ ചെയ്യണേ. നിങ്ങളുടെ മകൾക്ക് പിശാച് പറഞ്ഞപ്പോ കുട്ടിയെന്ന് പോലും നോക്കാതെ അതിനെ കൊന്നു കുഴിച്ചു മൂടുകയല്ലേ ചെയ്തത്. അതുകൊണ്ട് നിങ്ങളെ രക്ഷപ്പെട്ടു. ഇപ്പോ എന്റെ മോനെ മരുമകളെ തിന്നിട്ട് അതെന്നെ നോക്കി ചിരിക്കുക. ഇനി ഒരു നിമിഷം ഞാൻ അതിനെ ജീവനോടെ വെക്കില്ല. അതിനെ ഞാൻ കൊല്ലും, അതിനെ ഞാൻ കൊല്ലും. വേണ്ട വലിയ, നീ അതിനെ തൊടണ്ട. പിശാചിനടിക്കുന്ന നീ മാറിക്ക്. ഒരിക്കൽ നീ ഭാഗ്യത്തിൽ രക്ഷപ്പെട്ടതാ. ആ മുഖത്തോടെ ഇനിയും വന്ന കാളിക്കുട്ടി മുണ്ടിട്ട് പിടിക്കുമെന്ന് കരുതിയ ഇന്നീ മോഹിനി രൂപത്തിൽ വന്നിരിക്കണേ. എന്റെ തങ്കമണിയെ തിന്നിട്ട് എന്നെ നോക്കി ചിരിച്ചു. അതെനിക്ക് കൊണ്ടില്ലെന്ന് വന്നപ്പോ എന്റെ പൊന്നു പോലെ തിന്നു. ഇനി ഇതെല്ലാവരെയും തിന്നും. അതിനു മുമ്പ് എനിക്കതിനെ കൊല്ലണം, 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 കൊല്ലണം. അമ്പാലികെ, നമുക്കിതിനെ വേണ്ട. പാറക്കുട്ടി വല്യമ്മ പറയണതിന് കാര്യമുണ്ട്. നമ്മുടെ കുട്ടിയുടെ പുനർജന്മമോ എന്തോ ആയിക്കോട്ടെ, ജനിച്ചു വീണത് ശ്മശാനത്തില്. പെറ്റു വീണ ഉടനെ അമ്മ മരിച്ചു, പിന്നാലെ അച്ഛനും. ഇങ്ങനെ ഒരു ജന്മത്തിനെ നമുക്ക് വേണ്ട. അമ്പാലികെ, ആരെയും കുറ്റപ്പെടുത്തി സംസാരിക്കാത്ത ദാമുമാമ കാര്യകാരണ സഹിതം പറഞ്ഞിട്ട് ഞാൻ നിന്നെ മോഹിച്ചു, സ്നേഹിച്ചു. അതുകൊണ്ട് തന്നെ ഒരുപാട് ഞാൻ സഹിക്കേണ്ടി വന്നു. നിന്നിലെ പല മാറ്റങ്ങളും എന്റെ അച്ഛനോട് പോലും പറയാൻ പറ്റാത്ത വേദനയോടെ ഞാൻ അനുഭവിച്ചു. നീ പ്രസവിച്ച പിശാചാണെന്ന് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. എന്നിട്ട് ഒരു നിമിഷം പോലും നിന്നെ വെറുക്കാൻ എനിക്കായില്ല. മണിയനും കാളിക്കുട്ടിയമ്മയും പറയണ മാതിരി ആ പിശാച് ആവേശിച്ച ഈ സ്വത്വത്തിനെ നീ ഇനി തുടണ്ട. അതിന്റെ പിടിയിൽ നിന്ന് 2 പ്രാവശ്യം നീ രക്ഷപ്പെട്ടു. ചിലപ്പോ ഇനി നിന്നെ പിടിക്കാൻ മൂന്നാമതൊരു സമയം കാത്തിട്ടാവും അത് വന്നിരിക്കുന്നത്. വേണ്ട ബാലികെ, നമുക്കിതിനെ വേണ്ട. കാളിക്കുട്ടിയമ്മേ, നിങ്ങൾ ഇതിനെ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. പപ്പേട്ട, വേണ്ട പപ്പേട്ട. ശാരദേ, അപ്പനെയും അച്ഛനെയും വളർത്തിമാരി നമുക്ക് ഈ കുട്ടികളെ ശ്രീവത്സത്തിൽ വളർത്താം. മുത്തച്ഛന്റെ മോള് കരയല്ല മോളെ, നല്ല അല്ല, മോളല്ലേ. മുത്തച്ഛനും പേരക്കുട്ടികളും കൂടി കളിക്കുകയാണോ? ആ, എഴുത്തച്ഛനോ? ആ. ഇരിക്കുക. ആ, ആരാ നോക്ക മോളെ? അല്ല, എന്താ മോളുടെ പേര്? അവൾക്ക് പേരൊന്നും ഇട്ടിട്ടില്ല. എഴുത്തച്ഛനെ കൊണ്ട് ജാതകം എഴുതിച്ചിട്ടാവാമെന്ന് കരുതിയിരിക്കുക. ആ, ഈ കുട്ടിക്ക് ജാതകം വേണ്ട മെന്നെ. എന്താ എഴുത്തച്ഛ, പ്രശ്നം വലുതുണ്ടോ? അതിന്റെ വിശദീകരണം വേണ്ട. പിന്നെ പേര് വേണമെങ്കിൽ പറയാം. ഇടിമിന്നലിന്റെ വെളിച്ചത്തിലാ ജനിച്ചതെന്നല്ലേ കാളിക്കുട്ടി പറഞ്ഞത്? അയമ്മ 1ന് 10 പറയും, അതൊന്നും വിശ്വസിക്കണ്ട. ആയിക്കോട്ടെ, മിന്നലുണ്ടായോ എന്തോ. മിന്നലിന്റെ ഭംഗി, അതായത് തിളക്കം, അതിവൾക്കുണ്ട്. നല്ല കണ്ണുകൾ. അതുകൊണ്ട് സൗദാമിനി എന്ന് പേരിടാം. സൗദാമിനി എന്ന് വെച്ചാൽ എന്താ അർത്ഥമെന്നറിയോ? ഇടിമിന്നൽ.
പിന്നെ മഹാലക്ഷ്മി എന്ന് അർത്ഥമുണ്ട്. സൗദാമിനി, മിനി, മിനിക്കുട്ടി എന്ന് വിളിക്കാം അല്ലേ? മിനിക്കുട്ടീന്ന് വിളിക്കാം. അമ്പാലികയും പപ്പനും 15 വർഷത്തിന് ശേഷം ശ്രീവത്സവത്തിൽ വരാൻ തുടങ്ങി. അതുമാത്രമല്ല, പപ്പൻ മിനിക്കുട്ടിയെ സ്നേഹിക്കാനും ലാളിക്കാനും അവളെ ഭയം കൂടാതെ പാലക്കിലേക്ക് കൊണ്ടുപോവാനും തുടങ്ങി. വീണ്ടും ഞങ്ങൾ സന്തോഷിക്കാൻ തുടങ്ങിയായിരുന്നു. അപ്പൊ ആ കുട്ടിയിൽ വല്ല മാറ്റങ്ങളും കണ്ടോ? കുട്ടിക്കാലം മുതൽക്കേ അവൾ ദിനേശനൊഴികെ മറ്റാരുമായും അടുക്കുകയോ സംസാരിക്കുകയോ ചെയ്യില്ല. അതുകൊണ്ട് ഞങ്ങളത് ശ്രദ്ധിച്ചില്ല. പക്ഷേ അന്യരുടെ മനസ്സറിഞ്ഞ് പെരുമാറാനുള്ള അസാധാരണ കഴിവ് അവൾക്കുണ്ടായിരുന്നു. നമുക്ക് പാലക്കൽ വരെ പോകുന്നുണ്ട്, തെറ്റില്ലല്ലോ. പോകുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ നിങ്ങൾ പോലീസ് ഭാഷയിൽ മനസാക്ഷിയില്ലാതെ വേദനിപ്പിക്കുന്ന ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്. അമ്മേ, ഞങ്ങൾ പോലീസുകാരും മനുഷ്യരാണ്. ഞങ്ങൾക്കും ഉണ്ട് അമ്മയും അച്ഛനും ഭാര്യ മക്കളും കുടുംബമൊക്കെ. അതൊക്കെ സമ്മതിച്ചു. എന്നാലും കാക്കിയിട്ടാലേ നിങ്ങളുടെ വേഷത്തിന്റെ ഒപ്പം മനസ്സും മാറും. പിന്നെ ഞങ്ങള് നല്ലവരാവാൻ ഈ ജനം സമ്മതിക്കൂല. അപ്പോഴേക്ക് അവർ ബഹളം കൂട്ടും, കഴിവേട്ട പോലീസ് എന്നും പറഞ്ഞ്. അപ്പൊ കുറച്ച് എരുമ്പിലൊക്കെ വേണ്ടേ? പിന്നെ എല്ലാവരും ഞങ്ങളെ കണ്ടാൽ പേടിക്കണേ ഞങ്ങൾക്കൊരു ഗമയാണ്. ഇത്രയൊക്കെ എരിയും പുള്ളി ഉണ്ടായിട്ടും ആരാ സ്റ്റേഷനിൽ ബോധം കിട്ടുകയാണ്? അത് ഞാനല്ല, ഈ സുരേന്ദ്രനാ. എന്നാ നമുക്ക് പാലക്കിലേക്ക് പോവാം. തറവാടും കാർന്നറിയൊന്ന് കാണാം. എന്താ അമ്പാലികേ? എന്റെ മനസ്സിൽ ഒരു സമാധാനവും ഇല്ല. ശ്രീവത്സം വരെ ഒന്ന് പോയി വന്നാലോ? ഞാനും അതാ പറയാൻ വന്നത്. അച്ഛനും പപ്പനും കൂടെ പോയി വിവരം അറിഞ്ഞിട്ട് വരട്ടെ. അച്ഛനും അങ്ങോട്ട് പോയാ രാത്രിയിൽ ഇവിടെ ആരെങ്കിലും ആണുങ്ങൾ വേണ്ടേ? ആ മണിയനോട് വന്ന് കിടക്കാൻ പറഞ്ഞാ മതി. മണിയനൊന്നും വരില്ല അമ്മേ. രാത്രി ഇവിടെ കിടക്കാൻ അവർക്കൊക്കെ പേടിയാ. അങ്ങനെ അവൻ പറഞ്ഞോ? മണിയൻ എന്നോട് പറയാ, വെള്ളിയാഴ്ച അമാവാസിയായിട്ടാ മിനിക്കുട്ടിയെ കാണാതായതെന്ന്. ഇന്നലെ രാത്രി മുഴുവൻ പാലേന്ന് ഭയങ്കര ബഹളായിരുന്നു അത്രേ. പാലയുടെ തെക്കോട്ടുള്ള കൊമ്പ് മുറിഞ്ഞു വീണത് അവര് കേട്ടൂന്ന്. ആരൊക്കെ എന്തൊക്കെയാണാവോ പറയണത്. ആ ദിനേശൻ വരാന്നും പറഞ്ഞു പോയതാ. അവനെ ഇനിയും കാണാനില്ല. ഞങ്ങള് ശ്രീവത്സത്തേക്ക് പോവാ. ദിനേശിനെ കാക്കണില്ല. എന്താ തന്റെ മാമ ഒന്നും മിണ്ടാത്തത്? എന്റെ മിനിക്കുട്ടിയെ രക്ഷിക്കാൻ പറ്റില്ലേ? എങ്ങനെയെങ്കിലും ഞങ്ങളുടെ മിനിക്കുട്ടിയെ രക്ഷിക്കണം. ആദ്യം ഞാൻ അവളെ കാണട്ടെ, അല്ലാതൊന്നും പറയാൻ പറ്റില്ല. ഗുരുനാഥൻ തന്നെ അതിനു വേണ്ട ചെയ്യണം. അന്ന് എന്നെ കൊണ്ട് ചെയ്യിച്ച കർമ്മങ്ങൾ ഗുരുനാഥൻ തന്നെ ചെയ്തിരുന്നെങ്കിൽ കാര്യങ്ങൾ എത്രത്തോളം വഷളാവില്ലായിരുന്നു. എന്തായാലും മോൻ വിഷമിക്കണ്ട. മിനിക്കുട്ടി ഇപ്പോൾ പാലക്കൽ വന്നിട്ടുണ്ടാവും. എന്നെ നമ്മുടെ മിനിക്കുട്ടിയുടെ സ്വഭാവ രീതിയും ആരൊക്കെയാണ് അവളുടെ കൂട്ട്, എന്തൊക്കെയാ ഇഷ്ടം, ഇതൊക്കെ നമുക്കല്ലേ അറിയുള്ളൂ. അതൊക്കെ അറിയാനാ അവര് വന്നത്. പിന്നെ ഇവിടുത്തെ എല്ലാ കഥകളും ഞാൻ അവരോട് പറഞ്ഞു. അപ്പോ അവർക്ക് ഈ തറവാടും കാവും പാലിയും എല്ലാം കാണാന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. അതുകൊണ്ട് കൂട്ടിയിട്ട് വന്നതാ. ഈ പോലീസ് എന്നൊക്കെ കേട്ടാലും കണ്ടാലും ജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കും. കല്യാണാവാത്ത കുട്ടിയല്ലേ, നാളെ അവരുടെ ഭാവിയെ ബാധിച്ചാലോ എന്ന് മാത്രമേ ഞാൻ കരുതിയുള്ളൂ. പോലീസിന്റെ പരിധിയിൽപ്പെട്ടതല്ലെങ്കിലും ഈ വീടിനെയും പാലയെയും കുറിച്ച് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. അതുകൊണ്ടാ. ഇങ്ങനെ അമ്പാലിക്ക് സംഭവിക്കും മുമ്പേ ഇവിടെ വല്ല അത്യാഹിതവും സംഭവിച്ചിട്ടുണ്ടോ? ഉണ്ട്, പറയാം. കുറച്ചു മുമ്പ് ഈ പപ്പനും എന്നോട് ചോദിച്ചു ഈ പാല വെട്ടിക്കൂടെ എന്ന്. എന്റെ പെങ്ങള് സാവിത്രി ഗർഭിണിയായിരുന്നപ്പോ എന്തിനോ വേണ്ടി രാത്രി പുറത്തിറങ്ങിയപ്പോ പാലയുടെ ചോട്ടിൽ നിന്ന് തീ ഉരുണ്ടു വരണത് കണ്ടുവെന്നോ തീ തുപ്പിയെന്നോ എന്നൊക്കെയാണ് അന്ന് അവൾ പറഞ്ഞത്. പേടിച്ചതുകൊണ്ടോ എന്തോ അന്ന് രാത്രി പനി തുടങ്ങി. 3-ാം ദിവസം നിറവയറോടെ മരിക്കുകയും ചെയ്തു. അന്ന് ഇവിടുത്തെ അച്ഛൻ ഈ പാലകൾ വെട്ടിയേ നിൽക്കൂന്നും പറഞ്ഞ് പാല വെട്ടാൻ ആളുകൾ അന്വേഷിച്ചു കുറേ നടന്നു. പക്ഷേ ആരും ഭയന്ന് വന്നില്ല. അവസാനം അക്കരെ പോയി മാപ്പിളാരെ കൂട്ടിയിട്ട് വന്ന് പാല കാണിച്ചു. അവർക്ക് കാര്യമൊന്നും അറിയില്ലല്ലോ. അവര് നാളെ വരാന്ന് പറഞ്ഞു പോയി. പക്ഷേ പിറ്റേ ദിവസം പാല വെട്ടിയില്ല, പകരം മാവാ വെട്ടിയത്. കാരണവരെങ്ങനെയാ മരിച്ചത്? വെറ്റിലപ്പാമ്പ് കടിച്ചു എന്നൊക്കെയാ പറയണ. ഊണ് കഴിഞ്ഞ് മുറുക്കിയതാ, അങ്ങനെ വീണു മരിച്ചു. എന്റെ ദൈവമേ, ഞാനത് വെട്ടണമെന്ന് വിചാരിച്ചാലും ആളുകൾ മുറിക്കാൻ വരില്ല. ചോദിക്കുന്നതിൽ തെറ്റൊന്നും തോന്നരുത്. ഇന്നലെ വെള്ളിയാഴ്ച എന്ത് പൂജയായിരുന്നു നടത്തിയത്? തങ്കമണിക്കും അപ്പുകുട്ടനും അപമൃത്യുവാണല്ലോ സംഭവിച്ചത്. എന്നാലും വലിയ ബാധകളോ ഉപദ്രവങ്ങളോ ഒന്നും പിന്നീട് ഉണ്ടായില്ല. ഇപ്പൊ മിനി വലിയ കുട്ടിയായി. അവൾക്ക് കല്യാണം വരുമ്പോ അമ്പാലിക്ക് സംഭവിച്ച മാതിരി ഒരു അനിഷ്ടവും സംഭവിക്കരുതെന്ന് കരുതി രാശി വെച്ച് നോക്കി. അതിൽ മരിച്ച ആത്മാക്കൾക്ക് ശാന്തികർമ്മം ചെയ്യണമെന്നാണ് എഴുത്തച്ഛൻ പറഞ്ഞത്. ശരി, അത് അമാവാസിക്കാണല്ലോ നല്ലതെന്ന് കരുതിയ ഇന്നലെ തന്നെ അത് നടത്തിയത്. ഈ സൗദാമിനിയിൽ ഒരസാധാരണത്വവും നിങ്ങൾ കണ്ടിട്ടില്ലേ? ജനിച്ച നിമിഷം അവൾ ചിരിച്ചു. കണ്ണിൽ നിന്ന് മിന്നൽ വന്നു.
അവള് നോക്കിയപ്പോ ക്ലോക്ക് നിർത്താതെ അടിച്ചു എന്നൊക്കെ ജനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതെല്ലാം അവളുടെ 3-3.5 വയസ്സുള്ള ഏട്ടൻ ദിനേശിന്റെ പറച്ചില് കേട്ടിട്ടാണ്. ആദ്യം ഞാനും ആ കുട്ടിയെ സംശയിച്ചിട്ടുണ്ട്. സാറേ, ആ കുട്ടി ക്ലോക്ക് നോക്കിയപ്പോ ക്ലോക്ക് നിർത്താതെ അടിച്ചോ എന്നാ സംശയിക്കണ്ട സാർ. ആ കുട്ടിക്ക് അതിനുള്ള കഴിവുണ്ട് സാർ. ആ കുട്ടി ഇത് ഒന്ന് തന്നെയാ. നിങ്ങൾക്ക് അവളെ എങ്ങനെ അറിയാം? അവളെ നിങ്ങൾ കണ്ടുവോ? അവിടെ അവള് നോക്കിയപ്പോ ക്ലോക്ക് നിർത്താതെ അടിച്ചോ? തമ്പുരാനെ, നമ്മുടെ കാവിന്റെ അവിടെ പാലച്ചോട്ടില് മിനിക്കുട്ടി കിടക്കണം. എന്റെ മോളെ സ്ത്രീകൾ പോണ്ട, അവർ പോയിക്കോട്ടെ.